എല്ലാവർക്കും നമസ്കാരമുണ്ടേ. ഈ അധ്വാനത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അത് ദേഹം കൊണ്ട് അധ്വാനിക്കുന്നവന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, അവന് മറ്റുള്ള സാധാരണ വലിയ കട്ടിപ്പണികൾക്കൊന്നും പോകാൻ പറ്റുന്നൊരു പ്രായമോ അതിനുള്ള ആരോഗ്യ സ്ഥിതിയിലൊന്നും അല്ല. പക്ഷെ 2 കുട്ടികളാണ്, അവന് ഭാര്യയുണ്ട്, കുടുംബം നല്ലപോലെ നോക്കുന്നവനാണ്. അപ്പോൾ ഇന്നലെ അവിടെ ഒരു കൽപ്പണിക്ക് പോയി. ഇന്നലെ റബിള് കെട്ട് DR എടുക്കുക എന്ന് പറയും. അപ്പോൾ ആ DR അടുക്കി പോയിട്ട് ഇന്നലെ വൈകിട്ട് അവൻ എന്നെ ഫോൺ വിളിച്ചിട്ട് ഞാൻ കണ്ടിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞത്, അയിത്തെ വയ്യ, നടുവനങ്ങുന്നില്ല, ദേഹം മുഴുവൻ വേദനയാ. എന്ത് കഷ്ടപ്പാടുകളാണ് അവരൊക്കെ സഹിക്കുന്നത്. കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. ആ അധ്വാനത്തിന്റെ പ്രതിഫലം വൈകുന്നേരത്താകുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് എന്ത് മാനസികോഷമായിരിക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തൊരു സമൂഹമായിട്ട്, മനസാക്ഷി മരവിച്ച ഒരു സമൂഹം, അത് സാധാരണ മനുഷ്യരെന്നല്ല, മറ്റുള്ളവരും മേലേക്കടയിൽ കിടക്കുന്നവരും ഉദ്യോഗസ്ഥ വർഗങ്ങളും ഭരണവർഗങ്ങളും എല്ലാം ആരും അതിൽ നിന്നൊന്നും വ്യത്യസ്തരല്ല. മനുഷ്യത്വമില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണാൻ പറ്റാത്ത ഒരു പൊതുസമൂഹം ജീവിക്കുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ പ്രയാസത്തോടുകൂടി ദുഃഖത്തോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആഹ്ലാദമായിട്ട് ജീവിക്കാൻ പറ്റും? അത് പ്രത്യേകിച്ച് നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരും ഒക്കെ ആകുമ്പോഴാണ് നമുക്കത്. മറ്റുള്ള എത്രയോ ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പാട്ടിലും റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ കിടന്നുറങ്ങുന്നവര്, കടത്തിണ്ണയ്ക്ക് കിടന്നുറങ്ങുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അറിയാതെയൊക്കെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു മേഖലയിലുള്ള ആൾക്കാർക്ക് കൂടി അത്തരം ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ സമീപിച്ചു. ഇതുപോലെ ഇങ്ങനൊരു വിഷയമുണ്ട്, എൻ്റെ മകൾക്ക് ഒരു അത്യാവശ്യമായിട്ട് ഇവിടുത്തെ എറണാകുളത്തൊരു ജോലി കിട്ടി പോകുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോയി ചില കാര്യങ്ങൾ ചെയ്യണം. 5000 രൂപ വേണം അത്യാവശ്യം എന്ന് പറഞ്ഞു. ആദ്യം ഞാനൊന്ന് മടിച്ചെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് എനിക്കാരോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ സൂക്ഷിച്ചൊക്കെ വെച്ചിരിക്കുന്ന പൈസയുടെ കൂട്ടത്തിൽ നിന്ന് ആ പൈസ എടുത്ത് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആ ദിവസം പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്ന് ഉറക്കം വന്നില്ല കേട്ടോ. ഞാൻ വെളുപ്പിനെ 4:30 മണിയായപ്പം വീണ്ടും അവനെ വിളിച്ചു. അപ്പോൾ ഉറക്കച്ചോടുകൂടി അവർ എഴുന്നേറ്റ് വന്നിട്ട് ഫോണിൽ എന്നോട് ചോദിച്ചു, എന്താ ഇത്? ഞാൻ പറയടാ, ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് ഉറക്കം വന്നില്ല. സത്യമാണ്, എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ആ പൈസ അയച്ചു കൊടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാളിനെ കണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതല്ലാതെ നമ്മളീ ചൂഷണം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ പണ്ട് സഖാവായിട്ടൊക്കെ കാണുന്ന സമയത്തുമൊക്കെ ഈ ഫേസ്ബുക്കിൽ കൂടെ അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ കൂടെ ഞാൻ ഇവിടുത്തെ വലിയൊരു പ്രമുഖ രാഷ്ട്രീയം പറയുന്ന ഒരു കക്ഷിയുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. ഒരു ദിവസം എന്നെ വിളിച്ചു. വെൺമണിയിലാണ് വീടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എൻ്റെ പേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കളവ് പോയി. അപ്പോൾ അതുകൊണ്ട് ചേട്ടാ എനിക്ക് കുറച്ച് പൈസ അയച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പൈസ അയച്ചു കൊടുത്തു. ഇന്നേ വരെ ആ പൈസ എനിക്ക് തിരിച്ചു തരുമോ, അതല്ല ചേട്ടാ പൈസ വേണോ എന്ന് പോലും എന്നോട് ചോദിക്കാത്ത ആൾക്കാരുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പൈസ പോയിട്ടുള്ളത് ഈ സംവിധാനത്തിനകത്ത് നിന്ന സമയത്ത്. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എന്ത് കള്ളത്തരം പറഞ്ഞ് നമ്മുടെ ഇത് കാശ് പിടുങ്ങാൻ ഇതുപോലെ മിടുക്കന്മാരായ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. തിരിഞ്ഞിരുന്ന പൈസ വേണം. അങ്ങനെ പൈസ കൊടുത്ത ഒത്തിരി പേര് എനിക്ക് പൈസ തരാറുണ്ട്. ഇന്ന് വരെ അത് വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഞാനതൊക്കെ എഴുതി തള്ളുകയാണ്. പിന്നെ 1000, 1500, 2000 ഒക്കെ ആയിട്ട് ചിലപ്പോൾ കൊടുക്കുന്നതൊക്കെ നമ്മളങ്ങ് എഴുതി തള്ളു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ ചോദിക്കത്തില്ല. അപ്പം ഇങ്ങനെ അത്തരം ആൾക്കാരെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ കുറേയേറെ ആൾക്കാർ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, പൊതുസമൂഹത്തിൽ അവരുടെ കുടുംബ ഇല്ലായ്മകൾ അറിയിക്കാതെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന എത്രയോ നല്ല ആൾക്കാരുണ്ടെന്നറിയാം. അപ്പോൾ നമസ്കാരം, കാണാം.